കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയില്ലെന്ന പ്രസ്താവന വിവാദമായതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് തിരുത്തിയത്. മാധ്യമവാർത്ത ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. നാളെ പെറ്റൂന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ പാടില്ല. സ്റ്റേജിൽ എനിക്കൊരു പത്രം കിട്ടുന്നു. ആ പത്രത്തിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു റിപ്പോർട്ട് കാണുന്നു. എനിക്ക് ഔദ്യോഗികമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയല്ല, ഇങ്ങനെ റിപ്പോർട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണത്തിന് പുറപ്പെടുന്നു. ആ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ. അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടും രംഗത്തെത്തി. ആരെയൊക്കെയോ മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പോലീസും മുഖ്യമന്ത്രിയും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ജനം ഏതു വിശ്വസിക്കണമെന്നും ചെന്നിത്തല ചോദിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് പ്രതിയുടെ വക്കീൽ ഇന്നലെ കോടതിയിൽ പറഞ്ഞത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പറയുന്നു, ഈ കേസിൽ ഗൂഢാലോചനയില്ല. പിന്നെന്തിനാണ് റിമാൻഡ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുന്നത്? ക്രമസമാധാന നില തകർന്നുവെന്നാരോപിച്ചുള്ള PT തോമസിന്റെ 24 മണിക്കൂർ ഉപവാസം നാരങ്ങാനീര് നൽകി അവസാനിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ആ കേസിൽ ഗൂഢാലോചന ഇല്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതായി മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ആ പ്രതിഷേധം അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ഒരു നിഷേധ രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ അന്വേഷണം വെറും പ്രഹസനമാണ്. കാരണം ആരെയൊക്കെ രക്ഷപ്പെടുത്തണം എന്ന് തീരുമാനിച്ചതിന് ശേഷം ആ തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് അതനുസരിച്ച് അഭിനയിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്നുകിൽ സംസ്ഥാന ഗവൺമെൻറ് വിശ്വാസ്യത തെളിയിക്കാൻ വേണ്ടി അത് കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇത് കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണത്തിന് ഈ കേസ് ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്.